നാളത്തെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ഒരു ട്രയാങ്കിൾ ഡിവിഷൻ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്തു. ആ ഡിവൈഡ് ചെയ്തതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ താഴത്തെ ബി ഡിയും ഡി സിയും തമ്മിലുള്ള റേഷ്യോനോട് ഈക്വലാണ് ഈ ട്രയാങ്കിൾസിൻ്റെ ഏരിയകൾ തമ്മിലുള്ള റേഷ്യോ, പരപ്പളവുകൾ തമ്മിലുള്ള റേഷ്യോ, അംശബന്ധം. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ ബി ഡി ഈസ് ടു ഡി സി ഈക്വൾ 2:3. അതായത് താഴത്തെ ഈ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ ബി ഡി ഈസ് ടു ഡി സി എന്ന് പറഞ്ഞാൽ 2:3. അപ്പോൾ നമ്മളോട് ചോദിച്ച ചോദ്യം എ ഡി സി എന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ, വാട്ട് ഈസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി എന്നാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ട്രയാങ്കിളുടെ ഏരിയയാണ് ചോദ്യം. ഇവിടെയുള്ള ഏരിയ ആണ് ഈ തന്നിട്ടുള്ളത്. ഇവിടെ 30 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ എന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിക്കാൻ ഇവിടെ എക്സ് എന്ന് കൊടുക്കുക. ആ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ ഏരിയ ഈ 30ഉം ഈ എക്സും തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ ഈ 2:3 ആണ്. ഇതാണ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, സെറ്റ് ആക്കിക്കോ. സോ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ 30:x ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതവിടെ 2:3 2:3 ഇങ്ങനെ എഴുതുക. ഡിവിഷൻ ആക്കി എഴുതുക. 30:x എന്ന് പറഞ്ഞാൽ 30 ഡിവൈഡ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു 2:3 എന്ന് പറഞ്ഞാൽ 2/3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഈ എക്സിനെ ഇങ്ങോട്ട് 2ൻ്റെ അടുത്ത് കൊണ്ടുപോവുക, ഈ 3നെ ഇങ്ങോട്ട് കൊണ്ടുവരിക, ഇൻറ്റു ചെയ്യുക. അപ്പോൾ 30 × 3 എന്നാകും. 30 × 3 ശ്രദ്ധിച്ചോട്ടോ, 30 × 3 ഈസ് ഈക്വൽ ടു അടുത്തതാ ഈ എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോവുക. ഈ എക്സിനെ ഇങ്ങോട്ടും ഇൻറ്റു ചെയ്യുക. എക്സ് ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2x. 30 × 3 എന്ന് പറഞ്ഞാൽ എത്രയായി മക്കളെ? 90 ഈസ് ഈക്വൽ ടു 2x. 2x 90 ആണെങ്കിൽ 1x എന്ന് പറഞ്ഞാൽ 90 ഡിവൈഡഡ് ബൈ 2. സോ എക്സ് ഇസ് ഈക്വൽ ടു 90ൻ്റെ പകുതി എത്രയാണ്? 45. സെറ്റ് ആണല്ലോ. സോ ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ 45 സെൻറ്റിമീറ്റർ സ്ക്വയർ. മക്കളെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, സെറ്റാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നാളത്തെ എക്സാമിന് ഇതേപോലത്തെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. സോ മക്കളെ അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ എത്രയെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഇവിടെ നോക്കുക, ഇവിടെ താഴത്തെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഈ സൈഡ് തമ്മിലുള്ള റേഷ്യോ 1:2 ആണ്, 1:2 ആണ്. സോ ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും റേഷ്യോ? നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റെപ്പ് ആക്കിയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് റേഷ്യോ ഇവിടെ 1 ഇവിടെ 2 ആണെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയാണ്. സോ ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ എത്ര എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിനുമായിട്ട് ഇനിയും ഞാൻ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസുമായി വരും. ബൈ.